ഹലോ ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ബജാജ് ഡൊമിനർ 250 വണ്ടിയുടെ എൻജിൻ ഓയിൽ മാറുന്നതാണ്. അതിപ്പോൾ എങ്ങനെ നമുക്ക് മാറാം, അത് വീട്ടിൽ വെച്ച് തന്നെ സ്വന്തമായിട്ട് മാറേണ്ടതേ ഉള്ളൂ. അതെങ്ങനെ നമുക്ക് മാറാം, അത് ഏത് ഗ്രേഡാണ്, അതിൻ്റെ ഫിൽറ്റർ എങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഓയിൽ ഈ മോട്ടോറിൻ്റെ 7100 സീരീസ് അല്ലെങ്കിൽ 10W50 ഈ ഗ്രേഡാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 1.7 ആണ്. അപ്പോൾ ഞാനിതിൽ ഒഴിക്കുന്നത് 2 ലിറ്റർ ഒഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒഴിക്കുന്നത് അത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്റർ മാറുന്നതും ഓയിൽ മാറുന്നതും എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ബേസ് എന്തെങ്കിലും ചോർത്തി വയ്ക്കാൻ, ഇതിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം ബേസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഇവിടെ 18-ൻ്റെ ഒരു ബോൾട്ടാണ് വരുന്നത്. 18-ൻ്റെ ബോൾട്ട് ഇതാ ഈ ഇടത് ഭാഗത്ത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ബോക്സാണ് ആവശ്യമായിട്ട് വരുന്നത്. 18-ൻ്റെ ഒരു ബോക്സാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വെച്ചിട്ട് മാക്സിമം അതിനെ തള്ളിക്കയറ്റി വെച്ചിട്ട് ലിവറോ അല്ലെങ്കിൽ മോട്ടറോ വെച്ച് നമുക്കതിനെ ഇളക്കാം. വേണ്ടല്ലേ, ഇതിലെ ഓറിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്, അതും കൂടെ നമുക്ക് പതുക്കെ ഒന്ന് ഊരി ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ ഇതിനെ ഡ്രെയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്പുറത്ത് ഓയിൽ ഫിൽറ്റർ നമുക്ക് ഇളക്കാം. ഇതാ ഇവിടെ വണ്ടിയുടെ വലത് ഭാഗത്താണ്. അപ്പോൾ ഈ 2 ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ ഫിൽറ്റർ ഇനി വരും. അതിനുവേണ്ടി 8-ൻ്റെ ഒരു ടീ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ചെറിയൊരു കണക്ടർ വെച്ചതാ ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് വണ്ടി ചരിക്കണം. നമുക്ക് മാക്സിമം ചരിച്ച് അല്പസമയത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഹെഡിലെ ഓയിലെല്ലാം ഇങ്ങനെ വന്നോളും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വേസ്റ്റ് ഒന്ന് കയറ്റി നന്നായിട്ട് തുടച്ച് എടുക്കണം. ഇതിൽ നേരത്തെ ഇതിൽ ഗ്ലൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഗ്ലൂ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ പഴയ പശയെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ. 79 രൂപയാണ് ബജാജിൻ്റെ ജെന്യുൻ പാർട്ട്. ഈ ഭാഗം അകത്തോട്ട് പോകണം. ഓക്കെ, ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് കയറും. നമുക്കിനി ഇതിൽ ലേശം ഗ്ലൂ വയ്ക്കുന്നത് നല്ലതാണ്, കാരണം നേരത്തെ വച്ചിട്ടുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഗ്രീസ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും.
ഗ്ലൂ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഇതിൽ നേരത്തെ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഗ്ലൂ വെച്ചത്. നേരത്തെ ഇളക്കി അതേ ബോൾട്ട്, 8-ൻ്റെ ബോൾട്ട് നമുക്കതേപോലെ വെച്ച് ടൈറ്റ് ചെയ്യും. ആദ്യം കൈ കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് പിടിപ്പിച്ചിട്ട് 8-ൻ്റെ ടീ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യും. വലിയ ലിവറേജ് കൊടുക്കണ്ട, ഒരു കണക്ക്. എന്നിട്ട് ഇതാ ഈ ഗ്ലൂ ഇങ്ങനെ ഒന്ന് തുടച്ചങ്ങെടുത്താൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, നേരത്തെ ഗ്ലൂ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓറിങ് മാത്രം ഒന്ന് പുതിയത് മാറ്റി ഇട്ട് കൊടുത്താൽ മതിയാവും. ശരി, ഇനി നമുക്ക് അടിയിൽ ഡ്രെയിൻ ബോൾട്ട് ക്ലോസ് ചെയ്യാം. ഇതാ നമ്മളെല്ലാം ഡ്രെയിൻ ചെയ്തു. ഇവിടെ ഒന്ന് വേസ്റ്റ് കയറ്റി ഒന്ന് തുടച്ചിട്ട് ഈ ഫിൽറ്റർ നന്നായിട്ട് കണ്ടില്ലേ, ചിലതിൽ നല്ല ഡസ്റ്റൊക്കെ കാണും. അത് പെട്രോളിൽ നന്നായിട്ട് കുലുക്കി കഴുകിയാൽ ഏറ്റവും നന്നായിരിക്കും. ഇതിലൊരു ഓറിങ് ഉണ്ട്, ഈ ഓറിങ് അകത്ത് പ്രസ്സായി കയറണം. അതാ കണ്ടില്ലേ. അപ്പോൾ ഇതൊരു ഓയിൽ ഫിൽറ്ററാണ്. ഇത് നമ്മൾ മാറേണ്ടതായിട്ട് ആവശ്യമില്ല, ക്ലീൻ ചെയ്തിട്ടാൽ മതിയാവും. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ച് തള്ളിക്കയറണം. കണ്ടില്ലേ, കണ്ടോ, ഇത്രയും കയറണം, അല്ലെങ്കിൽ ഈ നട്ട് കയറാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇതിൽ ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഗ്ലൂ ഇടുന്നത് നല്ലത്. ഇപ്പോൾ ലീക്കില്ല, ഈ ഓറിങ് കൊള്ളാം, അത് ശ്രദ്ധിച്ചോണം. ഓറിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഓറിങ് കൃത്യമായിട്ട് മാറേണ്ടതാണ്. ഓക്കെ, ഇതാ ഇതിനകത്ത് ചിലപ്പോൾ ഡസ്റ്റൊക്കെ ഇരിക്കും, അത് പ്രത്യേകിച്ച് നോക്കി ക്ലീൻ ചെയ്യും. ഓക്കെ, ടൈറ്റ് ചെയ്യും. കൈകൊണ്ട് തന്നെ നമ്മൾ നട്ട് ഇതേപോലെ മാക്സിമം പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് ലിവറേജ് കൊടുത്ത് ടൈറ്റ് ചെയ്യാവും. ടൈറ്റായി. ഓക്കെ, ഇങ്ങനെ അടിയിലൊന്ന് തുടച്ചു വിടണം, ഈക്വലതുണ്ടെങ്കിൽ നമുക്ക് അറിയാം. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്തു, അതേപോലെ ഡ്രെയിൻ ബോൾട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലാണ് ഓയിൽ ഒഴിക്കേണ്ടത്. ഈ ടിപ്പ് ഓയിൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ ക്യാപ്പിനെ ഇളക്കിയിട്ട് ഇതേപോലെ ഒരു ഫണൽ വെച്ച് നമുക്ക് ഈ ഓയിൽ പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാപ്പ് ഇളക്കാം. ഫണൽ കറക്റ്റ് ചെയ്ത് വെച്ച് ഈ ടൈപ്പ് ക്യാപ്പാണെങ്കിൽ ഇങ്ങനെ ഇനി നമുക്ക് കളയാതെ സൂക്ഷിച്ച് ഞാൻ സാധാരണ 4000 കിലോമീറ്ററിലാണ് ഓയിൽ മാറുന്നത്. 4000 മാറിയാൽ ഏറ്റവും നല്ലത്, മാക്സിമം 5000. 1 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്ത ബോട്ടിൽ നേരത്തെ പൊട്ടിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ഒഴിക്കുകയാണ്. ഇനിതാ ഈ വശങ്ങളൊന്ന് തുടച്ചിട്ട് ഈ ക്യാപ്പൊന്ന് നന്നായിട്ട് ഈ ഓറിങ് കറക്റ്റാണോ നോക്കണം. എന്നിട്ട് ക്യാപ്പ് നമുക്ക് അടയ്ക്കാം. പ്ലെയർ വെച്ച് വലിയ പിടി പിടിക്കാതെ ഒരു ചെറിയൊരു അത്രയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓയിൽ മാറുന്നത്. ഞാനിപ്പോൾ മാറിയത് ഡൊമിനോ 250 ബജാജ് ഡൊമിനോ 250 വണ്ടിയുടെ എൻജിൻ ഓയിൽ ഫിൽറ്റർ മാറിയതാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നെങ്കിൽ, വീഡിയോ കാണുന്നെങ്കിൽ
ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.